രാമരിഞ്ഞോട്ട് അടിക്കേ ബാരിക്കേഡ് ചാടിക്കിടക്കാൻ അമരിഞ്ഞോടെ കറക്കേണേ വെള്ളം വെള്ളം അബ്ജിൻ ആരൊക്കെയോ ദാ വരുന്നുണ്ട്. അവന്മാർ അവിടെ ബഹളം ഉണ്ടാക്കിയിട്ട് നമ്മളെ ഇടയിൽ ഒന്ന് കയറി. തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു കരുണാകരൻ, യൂണിവേഴ്സിറ്റി കോളേജിനകത്തേക്ക് KSU പ്രവർത്തകരുടെ മാർച്ചാണോ തടഞ്ഞത്? മനീഷ്, തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് KSU സംഘടിപ്പിച്ചിരുന്നത്. മാത്യു കുഴൽനാടൻ MLA ആണ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ബാരിക്കേഡ് തീർക്കാനുള്ള ശ്രമം പലതവണ നടത്തിയിട്ടു. അതോടൊപ്പം തന്നെ 3 തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. അതിനുശേഷം ഈ ബാരിക്കേഡിനെ ഒരു വശത്തു കൂടി മറികടക്കാനുള്ള ശ്രമം പ്രതിഷേധക്കാർ നടത്തിയിരുന്നു. എന്നാൽ പോലീസ് അതിനെ തടയുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ വനിതാ പ്രവർത്തകരടക്കം മറ്റൊരു വശത്തു കൂടി ചെറിയൊരു ഭാഗത്തൂടെ, അതായത് തൊട്ടടുത്ത ഒരു സാഫല്യം കോംപ്ലക്സ് ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിന്റെ ഭാഗത്തൂടെ കയറാനുള്ള സ്ഥലമുണ്ട്. അവിടെ നിന്ന് പോലീസുകാരെ തള്ളി നീക്കി അകത്തേക്ക് കയറി ബാരിക്കേഡിന് അപ്പുറത്തേക്ക് എത്താനുള്ള ശ്രമവും നടത്തിയിരുന്നു. എന്നാൽ അത് പോലീസ് തടഞ്ഞു. വീണ്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഇപ്പോഴും ഈ KSU പ്രവർത്തകർ ഇവിടെയുണ്ട്. ഈ ബാരിക്കേഡ് ഒരു സംശയം വിഷ്ണു കരുണാകരൻ, ഒരു സംശയമുള്ളത്, യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് KSU പ്രവർത്തകർക്ക് പ്രവേശിക്കുന്നതിൽ എന്താണ് തടസ്സമുള്ളത്? ഇപ്പോൾ
KSU പ്രവർത്തകരുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ടല്ല ഇപ്പോൾ ഈ ഭിന്നശേഷി വിദ്യാർത്ഥിക്കെതിരെ പ്രതിഷേധം ശക്തമായ എന്നുള്ള, അതായത് ഈ SFI പ്രവർത്തകർ മർദ്ദിച്ചു നടക്കുമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ആ വിഷയത്തിൽ തന്നെ KSU പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. KSU പ്രവർത്തകർ എന്ന് പറയുന്നത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിനകത്തുള്ള KSU പ്രവർത്തകരാണോ അതോ പുറത്തു നിന്നുള്ള KSU പ്രവർത്തകർ കൂടിയുണ്ടോ? അതെ, ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന KSU പ്രവർത്തകർ തന്നെയാണ് ഇവിടെ ഉള്ളത്. പുറത്തുനിന്നും അധികം ആളുകൾ എത്തിയിട്ടില്ല. വളരെ കുറച്ച് അതായത് അവർ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് നിന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജിന് പുറത്തേക്ക് വരികയായിരുന്നോ അതോ വേറെ എവിടെ നിന്നെങ്കിലും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജിനകത്തേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ ബാരിക്കേഡ് വെച്ച് തടയുകയാണോ ചെയ്തത്? ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിന്റെ പുറത്തു നിന്നും യൂണിവേഴ്സിറ്റി കോളേജിന്റെ കവാടത്തിലേക്ക് വന്ന പ്രതിഷേധക്കാരെയാണ് ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിന് ഉള്ളിലുണ്ടായിരുന്നവരല്ല, ഇവർ പുറത്തു നിന്നും ഈ കോളേജ് പരിസരത്തിലേക്ക് പ്രതിഷേധവുമായി ഒരു റാലി നടത്തി പ്രതിഷേധവുമായി എത്തിയതാണ്. അവിടെയാണ് പോലീസ്. അപ്പോൾ ആ പ്രതിഷേധം എപ്പോഴാണ് സംഘർഷാത്മകമായത്? അതായത് അവർ മുദ്രാവാക്യം വിളിക്കുന്നു, കോളേജിനകത്തേക്ക് കയറുന്നു, അവർ കൂടി പഠിക്കുന്ന കോളേജിനകത്തേക്ക് മുദ്രാവാക്യം വിളിച്ച് കയറുന്നതിൽ പോലീസ് എന്തിനാണ് തടയുന്നത്? പോലീസിന് ഇവ SFIയുടെ പ്രതിഷേധത്തിന്, അതായത് SFI നടത്തിയ ഈ ഒരു പരാക്രമം എന്ന് ചൂണ്ടിക്കാട്ടി അതിനെതിരെയുള്ള പ്രതിഷേധമായാണ് ഈ KSU പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത്. KSU പ്രവർത്തകർ എത്തുമ്പോൾ തന്നെ സംഘർഷാവസ്ഥയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അതിനെ തുടർന്ന് തന്നെ ഈ പ്രതിഷേധം തടയുക എന്നുള്ള ലക്ഷ്യത്തോടെ പോലീസ് ബാരിക്കേഡുമായി ഇവിടെ പ്രതിഷേധക്കാരെ തടഞ്ഞിരുന്നു. എന്നാൽ അതിനെ മറികടന്ന് പ്രതിഷേധം ശക്തമാക്കി കോളേജിൻ പരിസരത്തിനുള്ളിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഏതായാലും ഇത് KSUയുടെ പ്രതിഷേധം ശക്തമാണ്. മാത്യു കുഴൽനാടൻ MLA അടക്കം ഇവിടെ പ്രതിഷേധത്തിന് എത്തിയിരുന്നു. ഇപ്പോൾ അത് വലിയ സംഘർഷത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ ഇപ്പോൾ 5 തവണയാണ്, 5ാം തവണയാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗം നടത്തുന്നത്. ഇപ്പോഴും പ്രതിഷേധക്കാർ ഇവിടെ നിന്ന് വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ജലപീരങ്കി പ്രയോഗം നടന്നുകൊണ്ടിരിക്കുന്നു, അതിന്റെ ദൃശ്യങ്ങളിലേക്ക്. കേരള അവരെന്നെ അടിക്കാൻ നിർത്താൻ പോവാണ് നിങ്ങൾ കേരള അജിചേട്ടാ അജയണ്ണ തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരൻ തുടരുകയാണ്. വിഷ്ണു കരുണാകരൻ, ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം സമാപിക്കുന്നു എന്നുള്ള നിലയിലേക്ക് അവർ മുദ്രാവാക്യം വിളിച്ച് പിരിഞ്ഞു പോവുകയാണ്. ഈ ഒരു നേരത്തെ ഞാൻ അത് ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ചോദിച്ചത്. ഈ കോളേജിലേക്ക് KSU പ്രവർത്തകർ സംഘടിച്ച് മുദ്രാവാക്യം വിളിച്ച് ഭിന്നശേഷി വിദ്യാർത്ഥിയെ SFI മർദ്ദിച്ച സംഭവത്തിൽ വലിയ പൊതുവികാരം ഉയർന്നിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിനകത്തേക്ക് അവർ മുദ്രാവാക്യം വിളിച്ച് കയറിയാൽ തീർച്ചയായിട്ടും SFI കോട്ട എന്നറിയപ്പെടുന്ന കോളേജിനകത്ത് നിന്ന് SFIയുടെ ഭാഗത്ത് നിന്ന് പ്രത്യാക്രമണം ഉണ്ടാവുകയും വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാവുകയും ചെയ്യുമെന്ന് പോലീസിന് മുന്നറിയിപ്പ് കിട്ടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് പ്രകടനമായി എത്തിയ KSU പ്രവർത്തകരെ തടഞ്ഞത്. അതിനെതിരെയാണ് അവർ ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ചത്. ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. ഇപ്പോൾ തൽക്കാലത്തേക്ക് ശാന്തമായിട്ടുണ്ടോ വിഷ്ണു കരുണാകരൻ?
മനേഷ്, തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യം ശാന്തമായിരിക്കുകയാണ്. അതായത് KSU പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി ജലപീരങ്കി നിരവധി തവണ പ്രയോഗിച്ചു. അതിനുശേഷം ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് KSU പ്രവർത്തകർ ഇവിടെ നിന്നിപ്പോൾ മടങ്ങിപ്പോയി എന്നാണ് പറയാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധവുമായി എത്തിയതായിരുന്നു. 100-ന് താഴെയാണ് ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും വളരെ കുറച്ചുപേരാണ് ഉണ്ടായിരുന്നതെങ്കിലും പ്രതിഷേധം ശക്തമായിരുന്നു. ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം നടന്നിരുന്നു. അതോടൊപ്പം പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തകർ മറ്റൊരു വശത്തുകൂടി, അതായത് ബാരിക്കേഡിന് മുന്നിലുള്ള തന്നെ ഒരു കെട്ടിടത്തിന്റെ സൈഡിലുള്ള ഒരു ഭാഗത്തുകൂടി ഉള്ളിലേക്ക് കയറാനുള്ള ശ്രമം നടത്തിയിരുന്നു. പോലീസ് അതിനെ തടയുകയുണ്ടായി. അത് ആ സമയം ചെറിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി. എന്നാലും കാര്യമായി ആർക്കും പരിക്കേൽക്കുക സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു ശക്തമായ പ്രതിഷേധം മാത്രമായിരുന്നു. അതിനുശേഷം ഈ പ്രതിഷേധക്കാർ ഇവിടെ നിന്ന് ഇപ്പോൾ സമാധാനപരമായി മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പ്രതിഷേധം ഇനിയും ശക്തമായി തുടരുമെന്നുള്ള മുന്നറിയിപ്പുമായാണ് KSU പ്രവർത്തകർ ഇവിടെ നിന്നും വിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മറ്റുമുള്ള വലിയ ബാനറുകളും ബോർഡുകളുമെല്ലാം KSU പ്രവർത്തകർ വലിച്ചു കീറി തകർത്ത് താഴേക്ക് എറിയുന്നതടക്കമുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ 3 KSU പ്രവർത്തകരായ വനിതകൾ, ആ 3 വനിതാ KSU പ്രവർത്തകർ പോലീസിൻ്റെ നേരെ ഇരമ്പിച്ചെല്ലുകയും കോളേജിനകത്തേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ വനിതാ പോലീസുകാർ, ഹെൽമെറ്റ് വെച്ച വനിതാ പോലീസുകാർ അവരെ തടയുകയുണ്ടായി. ആ തടയുന്ന സമയത്ത് പെണ്ണുങ്ങളെ അതിക്രമിക്കുന്നോടാ എന്ന് ചോദിച്ചുകൊണ്ട് KSU പ്രവർത്തകർ ഇരമ്പിക്കയറി ഒരു സംഘർഷാവസ്ഥ തൊട്ടുമുമ്പുണ്ടായിരുന്നു. ആ സംഘർഷാവസ്ഥയുടെ തൊട്ടുപിറകെയാണ് അവസാനഘട്ട ജലപീരങ്കി പ്രയോഗമുണ്ടായത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ദൃശ്യങ്ങൾ പ്രകാരം. ശരിയാണോ വിഷ്ണു കരുണാകരൻ? തീർച്ചയായിട്ടും മനീഷ പറഞ്ഞതുപോലെ തന്നെയാണ്. പ്രതിഷേധം ശക്തമായി തന്നെ തുടർന്നിരുന്നു. അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തേക്ക് വനിതാ പ്രവർത്തകർ ശക്തമായി ഇരഞ്ചു കയറിയിരുന്നു. അതിനെ പോലീസ് വളരെ പാടുപെട്ട് തന്നെയായിരുന്നു തടഞ്ഞത്. എന്നാലും ഈ ബാരിക്കേഡ് തകർത്ത് കയറാനുള്ള ശ്രമം ഉണ്ടായതുപോലെ തന്നെ ബാരിക്കേഡിന്റെ മറ്റൊരു വശത്ത് കൂടി ചാടിക്കടക്കാനുള്ള ശ്രമവും ചില പ്രവർത്തകർ കാണിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസിനെതിരെ ഈ ബാനറുകൾ വലിച്ചു കീറി, ശരിയാണ്, അതോടൊപ്പം തന്നെ തടിക്കഷ്ണങ്ങളൊക്കെ വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ പ്രതിഷേധം ശക്തമാക്കിയിട്ട് പോലീസ് പ്രതിരോധം ശക്തമായി തുടർന്നത് കൊണ്ട് തന്നെ പ്രതിഷേധക്കാർ ഇനിയും പ്രതിഷേധം തുടരുമെന്ന് അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് മടങ്ങിപ്പോയത്. ശരി, നമുക്ക് ഈ തത്സമയ ദൃശ്യങ്ങൾ തുടരുക തന്നെ ചെയ്യാം. നിന്റെ ഒരു കോൾ എനിക്ക് വന്നു, തിരിച്ച് വിളിച്ചിട്ട് ഒരു വിധത്തിലും കിട്ടില്ല. ഞാൻ ഇനി ആരും പോകണ്ട, അവരെ പോട്ടെ. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജിനകത്തേക്ക് KSU പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് എത്തുമ്പോൾ തന്നെ അത് തടയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഈ ഒരു ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ചതിലെ പ്രതിഷേധം അതിശക്തമായിട്ട് ഉയർത്താനാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. KSU പ്രവർത്തകർക്ക് ആ രീതിയിലുള്ള നിർദ്ദേശം ഇന്നലെ തന്നെ കൃത്യമായി ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് SFIയെ വെല്ലുവിളിച്ചുകൊണ്ട് പട്ടികളെ എന്നുള്ള അഭിസംബോധന ചെയ്തുകൊണ്ട് KSU പ്രവർത്തകർ വരികയുണ്ടായത്. അതിൽ സ്ത്രീകളടക്കമുള്ള വനിതാ പ്രവർത്തകർ ആയ വിദ്യാർത്ഥിനികൾ കൂടി ഉൾപ്പെടുന്നു. ഇപ്പോഴും ആ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സംഘർഷാവസ്ഥയ്ക്ക് അല്പം ഒരു ശമനം വന്നിട്ടുണ്ടെങ്കിലും പ്രതിഷേധം ശക്തമായി തുടരും എന്ന് KSU പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നു. ഞാൻ പുള്ളി 2 എഴുതാൻ പറ്റും.